ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. പിന്നെ നേരം വൈകിട്ടാണ് എണീറ്റ പാടെ ഞാൻ ചായ വെക്കാൻ വന്നപ്പോഴേക്കും വണ്ടി വെള്ളം വന്നു. നമ്മുടെ ഒപ്പം അക്കു എണീക്കും. അപ്പോൾ അമ്മയും അക്കും കൂടിയിട്ട് വണ്ടി വെള്ളം അടിക്കണം നോക്കിയിട്ട് നിൽക്കണം. അപ്പോഴേക്കും ഞാൻ മിറ്റടിച്ചു. പക്ഷേ പുറത്തെ പണികളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ചായക്കുള്ളത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചെടികളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പ്ലാവും തൈയും ഒരു വേപ്പും തൈയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നനയ്ക്കാൻ നിന്നു. രാവിലത്തെ നേരമാണ് കേട്ടോ തൈക്കളൊക്കെ നനയ്ക്കുക. ചെടികൾക്കൊക്കെ ആ നേരത്തിൽ ഒരു ഉണർവ് ഉണ്ടാവുക. അപ്പോൾ ആ നേരത്തെ നോക്കിയിട്ടാണ് നനയ്ക്കാറ്. കുറച്ച് വാഴയുണ്ട്, ഒരു ചെറിയ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്, അത് നനച്ചു കൊടുത്തു. പുറത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. അതിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി പണിക്ക് നിന്നു. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേക്കും കുട്ടികൾ എണീക്കുകയാണെങ്കിൽ അപ്പോൾ ചൂടോടക്കനെ ചുട്ടിട്ട് പിള്ളേർക്ക് കൊടുക്കല്ലേ വേണ്ടോ. അങ്ങനെ ചപ്പാത്തി പണി വേഗം ഞാൻ തീർത്തു. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ദേവട്ടനും ശിവട്ടനും എണീറ്റ് പല്ലേച്ച് മുറകി വന്നപ്പോൾ അവർക്കും ചായ കൊടുത്തു. ഞാനിരുന്ന് ചായ കുടിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടാണോ എന്നറിയില്ല, ചപ്പാത്തിക്കും കറിക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വയറ് നിറച്ച് ചപ്പാത്തി കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കടിച്ചു വരി തുടയ്ക്കാൻ നോക്കി. കടിച്ചു വരും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ചിക്കൻ ബിരിയാണി വെക്കാനാണ് പ്ലാൻ. നൈസായിട്ട് അതിനുള്ള കലാപരിപാടികൾ തുടങ്ങി. ആദ്യം ബിരിയാണി എന്നാണ് ഞാൻ തുടങ്ങിയത്. അത് ഞാൻ തിരക്കേടില്ലാത്ത രീതിയിൽ ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ബിരിയാണിയിൽ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതുമായ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ദമ്മിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണിയുടെ കാമുകനായ ചിക്കനെ ശരിയാക്കി എടുക്കണം. ബിരിയാണിയുടെ കാമുകൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ചിക്കൻ ഇല്ലാണ്ട് എന്ത് ബിരിയാണിയിലെ. അങ്ങനെ ഞാൻ ചിക്കന്റെ കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് 2 പൂച്ചക്കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നന്നാക്കുന്ന സമയത്ത് ചിക്കൻ നന്നാക്കലും കഴിഞ്ഞു, കഴുകലും കഴിഞ്ഞു. പിന്നെ സബോള വാട്ടിലാണല്ലോ അടുത്ത ചടങ്ങ്. ചിക്കൻ കറി വെക്കുന്നത് ഞാൻ വിശദമായിട്ടൊന്നും ഇട്ടിട്ടില്ല. ചിക്കൻ കറിയുടെ വിശദ വിവരങ്ങളുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ലാസ്റ്റ് അതിലോട്ട് മല്ലിയിലൊക്കെ തൂക്കി കൊടുത്തിട്ട് അത് മൂടി വെക്കുകയാണ് വേണ്ടത്. അടുക്കളയിലത്തെ കലാപരിപാടി കഴിഞ്ഞിട്ട് ഉമ്മറത്തേക്ക് വന്നപ്പോൾ ആ രണ്ടാളും ഇവിടെ ഭയങ്കര ഭൂകമ്പാണ് കേട്ടോ. ഈ ചെറുതിനെ കണ്ട, ഈ ചെറുതില്ല, ആ വലുതിനെ ഭയങ്കര ഉപദ്രവ. അവരുടെ കളി നോക്കിയിരുന്നാൽ എൻ്റെ വയർ കത്തും. അപ്പോൾ അത് നോക്കാതെ ഞാൻ നേരെ ഫുഡ് അടിച്ചു. നമുക്ക് തല്ല് വാങ്ങാൻ പറ്റില്ലല്ലോ. അവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നമ്മൾ തല്ലുകൊള്ളേണ്ടി വരും. അതുകൊണ്ടാണ് ഫുഡ് അടിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരാൾ എൻ്റെ മേത്ത് കയറിയിരുന്നു. ചേച്ചിയോടുള്ള സ്റ്റണ്ട് കഴിഞ്ഞപ്പോൾ അമ്മേനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളുടെ സ്റ്റണ്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായ നേരമായി. അനിയട്ട് പാല് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൽ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ പാലിൽ എന്താ പിച്ച് ചീന്തിരണെന്ന് വിചാരിക്കരുത്. പാൽ ചായയിൽ ഏലക്കായ പൊട്ടിച്ചിരുന്നതാണ്. ഏലക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പാൽ ചായക്ക്. ഏലക്കായ ചായയിൽ ബൂസ്റ്റ് ഇട്ട് എങ്ങനെ ഇരിക്കും? അങ്ങനെ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ പറഞ്ഞ വേറൊന്നല്ല, ഞാൻ ഏലക്കായ ചായയിൽ ബൂസ്റ്റ് ഇടാൻ പോവാണ് ഗൈസ്. ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങളും കൂടി നമ്മൾ നോക്കണല്ലോ. ചായ വെച്ചോണ്ടിരിക്കുമ്പോൾ അക്കുവിന്റെ കൂട്ടുകാരി വന്നു. ഉണ്ണിമോൻ എന്നാണ് കുട്ടിയുടെ പേര്. ഉണ്ണിമോൻ വന്നപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ അക്കുവിന്റെ മുഖത്ത് കാണുന്നത്. അക്കുവിനും ഉണ്ണിമോനും പിള്ളേർക്കൊക്കെ ചായ കൊടുത്ത് ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ്. ഏലക്കായ ചായയിൽ ബൂസ്റ്റ് ഇട്ട് എങ്ങനെ ഉണ്ടാവും ചോദിച്ചില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അക്കു കുടിക്കും ചായ ഭയങ്കര ഇഷ്ടമായി. അവള് തട്ടിപ്പറിച്ച് വാങ്ങി കുടിക്കുകയായിരുന്നു. ചായ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് തോണ്ടുകയാണ് അക്കുവിന്റെ ചായക്കുള്ള സ്റ്റണ്ട് കഴിഞ്ഞപ്പോൾ ആ ദൗത്യം ചേച്ചോളം ഏറ്റെടുത്തു. ചേച്ചോളായി പിന്നെ ചായ ചോദിക്കല്. ദേവട്ടനും ശിവട്ടനും അമ്മ ചായ സൂപ്പറായിട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചായ വാങ്ങി കുടിക്കുകയായിരുന്നു. ശിവട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് തരാണേ. എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വിറക് വെട്ടാണ്ടായിരുന്നു. അപ്പോൾ അനിയട്ടൻ വിറക് പൊളിച്ച് തരികയാണ്. അനിയട്ടൻ വിറക് പൊളിക്കുമ്പോൾ ഞാൻ അത് കൊണ്ടുപോയിട്ടു. അപ്പോഴേക്കും ദേവിന് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തു കൊടുത്തു. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ ദേവ് പറയണത്. വൈകുന്നേരം നീരാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. വഴി നീളം നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഞാനും ദേവട്ടനും ശിവട്ടനും ചേട്ടൻ്റെ കുട്ടി കൂടിയിട്ടാണ് പോണത്. എന്തിനാ അങ്ങോട്ട് പോകണമെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ദേവട്ടൻ നല്ല ധൈര്യമുള്ളവരുടെ പോലെയാണ് ഡാൻസ് കളിച്ചിട്ട് പോണത്. നമുക്കറിയാലോ നമ്മൾ പിന്നാലെയുള്ള കാരനാണെന്ന്. ഇനി ചേട്ടൻ്റെ അവിടേക്ക് വന്നത് എന്തിനാന്നുള്ളത് പറയാം. കുറച്ച് ഐസ് ക്യൂബും കുറച്ച് ചോറ് എടുക്കാൻ വന്നതാണ്. വീട്ടിൽ ബിരിയാണി ഉണ്ടായിട്ട് ചോറ് കൊണ്ടുപോകണം വേറെ ആർക്കും അല്ല, ചക്കിക്കാണ്. പിന്നെ ഐസ് ക്യൂബ് എന്തിനാന്നല്ല, ഐസ് ക്യൂബ് കൊണ്ട് ഒരു സൂത്രണ്ട് ഗൈസ്. ഒരു കൂൾ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഐസ് ക്യൂബ്. അതിന്റെ റെസിപ്പി ഞാൻ പിന്നിടാം. കൂൾ കോഫി ഉണ്ടാക്കുമ്പോഴും എനിക്ക് ചുറ്റും പടയാളികളാണ്. കൂൾ കോഫിക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ആറ്റുന്നുണ്ട്. കൂൾ കോഫി ക്യാപ്പിച്ചിനോ എന്നൊക്കെ ഇതിനെ പറയും. ഇതിനെ ഇനി ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം എനിക്കറിയില്ല. ഞാൻ എല്ലാവർക്കും സർവ് ചെയ്യാൻ പോവാണ്. എനിക്ക് ചുറ്റും കാവലായിട്ട് കുറച്ച് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊക്കെ ഞാൻ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുടിച്ചതിന് ശേഷം ഇനി അവരൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇവർക്കൊക്കെ ഈ ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇത് കുടിക്കുന്നത്. എല്ലാവർക്കുള്ള ക്ലാസ്സിൽ ഞാൻ ഒഴിച്ചു വെച്ചു. ഇനി അത് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണ്ടേ, അങ്ങനെ ഒരു ചടങ്ങും കൂടി ഇല്ലേ. അപ്പോൾ അത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് കുടിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എന്ത് പറയാം, എന്ത് കേൾക്കുന്നൊന്നും അറിയില്ല. അതെല്ലാവരും ചാടി പിടിക്കുന്നുണ്ട്. കുടിച്ചതിന് ശേഷം എന്താ പറയാന്ന് അറിയില്ല. ദേവട്ടന് ഇഷ്ടമായിട്ടുണ്ട്. അവള് സൂപ്പർ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അനിയട്ടിന് കൊടുത്തു, ഞാൻ കുടിച്ചു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ദേവട്ടനും ശിവട്ടനും വീണ്ടും വീണ്ടും ചോദിക്കായിരുന്നു. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ, കൊള്ളാവുണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചുണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് ആർക്കും മതിയായില്ല. അതൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പോൾ പിള്ളേർ ഭയങ്കര കളിയിലാണ്. അക്കു കളിച്ച് കളിച്ച് ക്ഷീണിച്ചുറങ്ങും ചെയ്തു. എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നല്ല നല്ല വീഡിയോകളുമായി ഇനി ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോരുതേ.